കുറച്ച് ദിവസം മുന്നേ ഫിറോസ് ഖാൻ ഫിറോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ സജിന ഫിറോസും റസൂൽ പുക്കുറ്റും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള വലിയൊരു തെളിവായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ട് സജിനേൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ സജിന പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. വേണ്ട, ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവൻ്റെ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 21 വയസ്സുള്ളത്. ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിറോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ചതിൻ്റെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇവർ ഈ പറയുന്ന കാര്യത്തിൽ എന്ത് ലോജിക്കാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയോക്ക്. കാരണം ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയ ബന്ധം വേണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഇവളുടെ ആണോ ഫിറോസിൻ്റെ ആണോ എന്നറിയില്ല, വീട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞു എന്ന്. എന്നിട്ട് പറയുന്നത് പണിഷ്മെൻറ്റ് പോലെ കൊടുത്തതാണെന്ന്. അപ്പോൾ ഇവൾ പറയുന്നതിൽ എന്താണ് കാര്യം എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കുന്നത്. ഇതിലെന്താ ഒരു ലോജിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതായത് ഈ ആളെ വേണ്ടാന്ന് പറയുന്നുണ്ട്, എന്നിട്ട് പിന്നെ പറയുന്നത് പണിഷ്മെൻറ്റ് പോലെ കൊടുത്തു എന്ന്. ഇതിലിപ്പോൾ ഏതാ വിശ്വസിക്കേണ്ടത്? ജീവിതമല്ല, ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ് പോലെ. ഫിറോസ് കരഞ്ഞു. ഇപ്പൊ പറഞ്ഞു കേട്ടോ, ജീവിക്കാനല്ല, ഇവനൊരു പണിഷ്മെന്റ് പോലെയെന്ന്. അപ്പൊ ഇവർ ആദ്യം പറഞ്ഞത് എന്താ? എനിക്ക് വേണ്ടാന്ന് വെച്ച് പോയതാണെന്ന്. പിന്നെ പറയാ പണിഷ്മെന്റ് പോലെ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന്. എന്തിനാ ഇങ്ങനെ ഒരു തെറ്റിനെ വേറൊരു കാര്യം കൊണ്ട് ന്യായീകരിക്കാൻ നോക്കുന്നത്? എന്തിനാണ് വെറുതെ? ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് ഇവർ ഇത്രയും വലിയ ഇരട്ടത്താപ്പ്, അതായത് ഇവരെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തൊരു ഇന്റർവ്യൂ ആണെന്നുള്ളത് ഇതെന്ന് മനസ്സിലാവും. എന്തിനാ അങ്ങനെ കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ഒരു കാര്യം ആലോചിച്ച് നോക്കിക്ക്, ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലയെന്ന് പറഞ്ഞില്ല. ഒരിക്കലും ഒരു ഭർത്താവ് വേറൊരു ബന്ധത്തിൽ പോകുമ്പോൾ ആ ഭാര്യ ഒരിക്കലും അയാളോട് പ്രതികാരം ചെയ്യാൻ വേറൊരു ബന്ധം തിരഞ്ഞെടുത്തിട്ടല്ല പ്രതികാരം കിട്ടുന്നത്. ഒന്നുകിൽ ആ റിലേഷൻഷിപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ പിണങ്ങി പോവാം. ഇനി അതും അല്ലെങ്കിൽ ഇവർക്കിത് തുറന്ന് സംസാരിച്ചിട്ട് പല വഴികളുണ്ട് ആ ഒരു കാര്യത്തിൽ. അതൊന്നും ചെയ്യാതെ പണിഷ്മെൻറ്റ് കൊടുക്കാൻ ആ ഒരു വേദന ഇയാളും അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ബന്ധം തിരഞ്ഞെടുക്കുക, എന്നിട്ട് ആ ആളൊപ്പം 2 മാസത്തോളമൊക്കെ ജീവിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു പെണ്ണ് ചെയ്യോ? സ്വന്തം ഇപ്പം ഇവൾ പറയുന്നത് ഫിറോസിനൊരു അതേ രീതിയിലുള്ള വേദന കിട്ടാൻ വേണ്ടിയിട്ടെന്നാണ് ഇവൾ പറയുന്നത്. അങ്ങനെ പോയ കാര്യം, ഇവളങ്ങനെ പോകാൻ കാരണം ഫിറോസും അതേ വേദന അനുഭവിക്കട്ടെ എന്ന്. ഇത്രയും പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്നതാണെന്നും വേറെ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് ഫിറോസ് എന്ന് ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവളങ്ങനെ പോയാൽ ഫിറോസിന് വേദന ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു വേദന അയാൾക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ വേറെ റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ആളോട് അത്രയുള്ള സ്നേഹം അല്ലെങ്കിൽ ഇയാളോട് യാതൊരു ആത്മാർത്ഥത ഇല്ല. അപ്പോൾ ഇവൾ ഇനിയിപ്പോൾ വേറൊരാളൊപ്പം പോയാൽ അങ്ങനെ വേദന ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു പെണ്ണ് ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റിൻ്റെ രീതിയിലാണെങ്കിൽ പോലും അങ്ങനെ വേറൊരു ബന്ധത്തേക്ക് പോയിട്ട് ഇത്രയും തരം താഴ്ന്ന രീതിയിലൊന്നും പ്രതികാരം ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് വീണ്ടും ആ ബന്ധത്തേക്ക് തന്നെ തിരിച്ചു വരും. അതായത് ഇവൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നാലും ഫിറോസ് ഖാനെയാണ് ആവശ്യം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ വരെ യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഫിറോസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഫിറോസ് തന്നെ പറയുന്നുണ്ട് ഇവൾ വിചാരിച്ച കാര്യം നടത്താൻ ഏതറ്റം വരെയും പോകുന്നു. അതിൽ പറയുന്ന കാര്യം ശരിയാണ്, അയാൾ പറയുന്നത് ശരിയാണ്, ഫിറോസിനെ ന്യായീകരിക്കുന്നല്ല. പക്ഷെ ഫിറോസ് പറയുന്ന ഒരു കാര്യം കൂടി ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ ആവശ്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്നു. ഇവൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ അയാളെ ഒഴിവാക്കി പോവുകയാണെന്ന്, എനിക്ക് അയാളെ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ കാര്യത്തിലേക്ക് പോയത്. പിന്നെ പറയുന്നത് പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടും വേറൊരാളെ ഇവൾ യൂസ് ചെയ്തു. അവിടെ ഒരിക്കലും ആ ആൾ വന്ന് പറയാൻ പോണില്ല ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നോ, അല്ലെങ്കിൽ ആ ടൈമിൽ പ്രണയത്തിലായിരുന്നു, അങ്ങനെയൊന്നും തുറന്നു വന്ന് പറയും തോന്നുന്നില്ല. അതായിരിക്കും ചിലപ്പോൾ ഇത്രയും ധൈര്യത്തിൽ ആ കാര്യങ്ങൾ എടുത്ത് പറയുണ്ടാവുക. ആൾ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് അന്നത്തെ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഇതിനോ തയ്യാറാവണ ഒരു വ്യക്തി ആയിരിക്കില്ല. അയാൾക്ക് വേറെ ഫാമിലി ആയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ അതായിരിക്കും ഇത്രയും ധൈര്യത്തിൽ പറയുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പിന്നെ ഈ 2 മാസത്തോളം നിന്നിട്ട് അയാൾക്ക് പിന്നെ എന്നോട് പ്രണയം തോന്നി എന്നൊക്കെ, അയാൾക്ക് എന്നോട് പിന്നെ പ്രണയം തോന്നി,
അങ്ങനെയൊക്കെയാണ് ഇവൾ പറയുന്നത്. ഒരു പെണ്ണുങ്ങളും ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ ഭർത്താവിനോട് പ്രതികാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്നറിയില്ല. അതേപോലെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സജിന ഇവരുടെ ഫാമിലിയിലുള്ള ആരോടൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാണ് ഇങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അതായത് അവരോടൊക്കെ ഇതൊരു നാടകം എന്നുള്ള രീതിയിലാണ് പോണത് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ആ കേട്ട ആൾക്കാർ, ഇതിന് കൂട്ടുനിന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഫാമിലി ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുമോ? ഇത്രയും വലിയൊരു തെറ്റിന് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വേറൊരാളെ പിന്നാലെ പോകാനൊക്കെ ഏത് വീട്ടുകാരാണ് ഇതേപോലെ കൂടെ നിൽക്കുക? ഇവർ ഈ ഇൻ്റർവ്യൂവിൽ ഇത്രയും ഓപ്പണായിട്ട് വന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ മോശത്തരാണെന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാണെങ്കിൽ നമുക്ക് വേറെ ആളുടെ കൂടെ പോകണം, ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ ഞാൻ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും മഞ്ചാരാക്കി പറഞ്ഞാൽ നമ്മൾ വീണു. ഇതിൽ ഇവരെന്താ പറയുന്നത് നോക്കി നോക്ക്. അതായത് ഇതിലും പറയുന്നത് ഇതിലും രണ്ട് രീതിയിലാണ് ഇവർ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ ഉറച്ചു പറയണില്ല ഇതാണ് സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന്. ഇതൊക്കെ കാണുന്ന ആൾക്കാരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിലെന്താ ഇവർ പറയുന്നത്? അങ്ങനെ പോയത്, അതായത് ഇവളെന്നെ പറയണു എന്ത്, പുള്ളിക്കാരൻ എന്നോടും എനിക്ക് പുള്ളിക്കാരനോടും ഒരു ഇഷ്ടം തോന്നിയെന്ന്. ഈ ഷോർട്ട് ഫിലിമിന് പോയ സമയത്ത് ഇവളുടെ ലൈഫിലെ ഈ ഫിറോസും സജിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടിയും സമ്മതിച്ചിട്ടാണ് ഇങ്ങനൊരു നാടകത്തിന് തയ്യാറായതെന്നാണ് ഇവർ പറയണത്. അപ്പോൾ അങ്ങനെ ഒരു നാടകത്തിൻ്റെ ഇടയിൽ എല്ലാ കഥകളും തുറന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറയണത് എന്താ, ഇഷ്ടം തോന്നിയെന്ന് അയാൾക്ക് എന്നോടും, സ്വാഭാവികമായിട്ട് എനിക്ക് അയാളോടും ഇഷ്ടം തോന്നിയെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇത് ഏതാണ് സത്യം? ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ച് സംസാരിച്ചൂടെ? ഇതിലിപ്പോൾ എന്താ പറയുന്നത്? നാടകമാണെന്ന് പറഞ്ഞു, പിന്നെ പ്രതികാരം വീട്ടാനാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇഷ്ടമാണ്. പിന്നെ ചോദിക്കുമ്പോൾ അല്ല ഇഷ്ടത്തോടെ പോയതാണോ ഇൻ്റർവ്യൂ ചെയ്യണ ആൾ ചോദിക്കുമ്പോൾ അല്ല എന്നും പറയുന്നുണ്ട്. ഇതിലേതാണ് ഇപ്പോൾ കറക്റ്റ്? ഒരിക്കലും പോകാൻ വേണ്ടിയിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാൾ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു സാധനമാണ്. തികച്ചും ക്രിയേറ്റീവ് ആയിട്ടൊരു അല്ല. ഇനിയിപ്പോൾ ആൾക്കാർ ഇത് വിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മാറുമായിരിക്കും. സജിൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പോഴും പച്ചയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ എങ്ങനെ പച്ചക്ക് വാരാതിരിക്കുന്നു? സജിൻ എന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് പറ. കാരണം ഉണ്ട് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നു, എന്നിട്ട് അതിനെ വീണ്ടും ന്യായീകരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഏത് രീതിയിലാണ് ആൾക്കാർക്ക് മനസ്സിലാവുക എന്നുള്ളത് പോലും മനസ്സിലാവാത്തൊരു രീതിയിലാണ് സജിന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എല്ലാത്തിനും ഉണ്ട് ഇല്ല ഇതിലേത് വിശ്വസിക്കും? ലീഗലി ഡിവോഴ്സ് ചെയ്യാതെ വേറൊരാളെ കൂടെ പോകാൻ പറ്റും. അങ്ങനെ എത്രയോ ആൾക്കാർ പോയിട്ടില്ലേ, ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം പോയതും അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ഇതിൽ പറഞ്ഞത് എന്താ? ഫിറോസ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് 2 മാസത്തോളം അയാളുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ ലീഗലി ഡിവോഴ്സ് ആക്കാതെ തന്നെയല്ലേ അവരുടെ കൂടെ പോയത്? അതുപോലെ ഫിറോസ് സജിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഫിറോസിൻ്റെ ആദ്യത്തെ ഭാര്യനെ ഡിവോഴ്സ് ആക്കിയിട്ടില്ല എന്നുള്ളതും പിന്നീടാണ് അറിഞ്ഞത് സജിന പറഞ്ഞു. അപ്പോൾ അവിടേക്ക് അറിയണതല്ലേ എന്ത്, ലീഗലി ഡിവോഴ്സ് ആക്കാത്ത ഒരാളുടെ കൂടെ പോകാൻ പറ്റും, അങ്ങനെയും കല്യാണം കഴിക്കാൻ പറ്റും സ്വകാര്യമായിട്ടെന്ന്. ആ ഒരു സ്വകാര്യമായിട്ടല്ലേ ഇപ്പോഴും പോയത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നത്? ശരിക്കും ഇവർ പറയുന്നതിൽ യാതൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഓരോരോ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫിറോസ് ചെയ്ത ആ വീഡിയോയിൽ സജിൻ അത്രത്തോളം മാറിയിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതിങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനേക്കാളും നാറിയെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയൊക്കെ വെറുതെ. സജിനെ പറയുന്നത് അയാൾക്കും ഇതേപോലെ വിഷമം വരാൻ വേണ്ടിയിട്ടാണ് വേറൊരാളെ പിന്നാലെ പോയത്, പ്രതികാരം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇയാൾ കയ്യും കാലും പിടിച്ച് വിളിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സജിൻ എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ആ ആളെ കൂടെ തന്നെ ഈ ഒരു നാടകം കൊണ്ട് എത്ര കാലം ജീവിക്കും? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇതൊരു നാടകമാണെന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഒരിക്കലും ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളഞ്ഞ് ഇതിൽ പിന്നെ വേറൊരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഫിറോസ് ചോദിച്ചു കുട്ടികളുടെ കാര്യം, കുട്ടികളെ ആലോചിച്ചിട്ടെങ്കിലും വായോ ആ കാര്യം, കുട്ടികളെ ആലോചിക്കണില്ല അങ്ങനെയൊക്കെ. അതന്നെയാണ് ഇത് കാണുന്ന ആൾക്കാർക്കും ചോദിക്കാനുള്ളത്. ഈ കുട്ടികളെ അവിടെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ അത് എത്ര കാലത്തേക്കാണ് സജിൻ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അങ്ങനെ പോകാൻ സജിനൊക്കെ എങ്ങനെ മനസ്സൊന്നും അങ്ങനെയും ചോദിക്കാമല്ലോ. എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്, അതായത് ചേട്ടാ ഞാൻ അതിനുശേഷം 1 വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെ
എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ഇൻ്റർവ്യൂ ഏറ്റവും കൂടുതൽ കാണാൻ ആൾക്കാർ കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഫിറോസ് വിട്ട ആ ഒരു കോൾ റെക്കോർഡ്, അതിൽ പറഞ്ഞിട്ടുള്ള പ്രഗ്നൻസി കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവുക. ഇതിലൊരിക്കലും സജിന ഈ വ്യക്തി റസൂൽ പൂക്കുട്ടി സജിനക്ക് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബന്ധത്തിന് എന്ത് വിലയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അയാൾ എനിക്ക് ആരാണെന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല, കാമുകനോ സഹോദരനാണോ അതോ ഒരു വാപ്പയാണോ എന്നറിയില്ല, എൻ്റെ ദൈവമാണോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്. ഈ ഒരു കാര്യം കൊണ്ടാണല്ലോ ഇത്രയും വിവാദം വന്നത്. ഇങ്ങനെ ഈ ഒരാളുമായിട്ടുള്ള ബന്ധം കാരണമാണ് സജിന ഇത്രയും വലിയൊരു വിവാദത്തേക്ക് എത്തിയത്. അപ്പോൾ ആ ആൾ ആരാണെന്നുള്ളത് തുറന്ന് പറയേണ്ട ഉത്തരവാദിത്തം സജിനക്കില്ലേ? ഇപ്പോൾ ഈ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഓരോ ചാനലുകാരാണെങ്കിലും പല ആൾക്കാരാണെങ്കിലും പലതും പറയുന്നുണ്ട്. അങ്ങനെ ഒരു അങ്ങനെ പറയുന്ന കാര്യത്തിന്, അങ്ങനെ ആൾക്കാർ പറയുന്ന കാര്യം സജിനെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സജിന തന്നെ അത് ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുള്ളത് പറയേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പറയേണ്ടത് സജിന തന്നെയല്ലേ? അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നൂടെ? ഇതിപ്പോൾ ഇതിൽ തന്നെ എല്ലാ ബന്ധത്തിൻ്റെ പേരും പറയുന്നുണ്ട്. സഹോദരനാണോ, അച്ഛനാണോ, വാപ്പയാണോ, ദൈവമാണോ, ഇതൊക്കെ ഏതാണെന്നുള്ളത് സജിന പറയേണ്ടതല്ലേ? ഇതെല്ലാം കൂടി പറഞ്ഞാൽ ഇതൊക്കെ ഏതാണെന്നാണ് ആൾക്കാർ വിചാരിക്കേണ്ടത്. ഇനി മുതൽ സജിനേനെ ആ ഒരു രീതിയിൽ പറയണ്ട, അല്ലെങ്കിൽ കുറ്റം പറയണ്ട എന്നുള്ളതാണ് സജിനക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുള്ളത് സജിന തന്നെ അത് ആദ്യം ക്ലിയർ ആക്കണം. അതിനൊരു വ്യക്തത തരികയാണെങ്കിലല്ലേ ആൾക്കാർ അങ്ങനെ ഇനി മുതൽ പറയാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫിറോസ് ഖാൻ പറഞ്ഞ സംഭവങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നുണയാണെന്നുള്ളത് പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തെളിവും പറയുന്നതിൽ അതിൻ്റെതായ ക്ലാരിറ്റിയും തന്നെങ്കിലല്ലേ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. ഈ ഇൻ്റർവ്യൂവിൽ വേറെ വലിയൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദിയാസന MDMA ഉപയോഗിച്ചു, അത് കണ്ടു, ഇവള് നിന്നിരുന്ന ഫ്ലാറ്റിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെ. ആ ഒരു കാര്യം സത്യമാണോ ഇല്ലേ എന്നുള്ളത് ആ ഒരു കാര്യം സത്യമാണോ ഇല്ലേ എന്നുള്ളതിന് തെളിവൊന്നുമില്ല. ഇവളിത് പറയണം, ഇവരിതിങ്ങനെ ആ ഒരു കാര്യം സത്യമാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ പറയുന്നത് മാത്രമല്ല അത് അതിന് തെളിവൊന്നുമില്ല. പിന്നെ ഇവരെന്നെ പറയുന്നുണ്ട് ഇത് ദിയാസന പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ച് പോണതെന്ന്. അങ്ങനെ ദിയാസന പറയുമ്പോൾ ഇവരതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരിത് വിൽക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ എന്നൊക്കെ. അങ്ങനെ അത്രയും വലിയൊരു ആരോപണം പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണം. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ആരും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആൾ ഇത് ചെയ്യുന്നുണ്ടെന്നും ഇതിങ്ങനെ വിൽക്കണ വരെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും തെളിവ് വേണം. വെറുതെ ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിറോസ് ഖാനെയും പിന്നെ അതുപോലെ വേറെ ആൻമരിയ എന്ന് പറയുന്ന സുഹൃത്തിനെയും പിന്നെ ദിയാസാനെയും കൂടിയിട്ട് ഇത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ ഒരു കാര്യം അതായത് റസൂൽ പൂക്കുട്ടിൻ്റെയും സജിനൻ്റെ വിഷയം പുറത്തിടാൻ ഇവരാണ് കാരണം എന്നുള്ളത് കൊണ്ട് പ്രതികാരത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതായത് അവരെ വലിച്ച് കീറുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അല്ലാതെ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് ഉള്ളൊരു സത്യാവസ്ഥ പുറത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊരു വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല. അതൊന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ ആരോപണമാണെന്നുള്ളത് എല്ലാവർക്കും ആ ഒരു പ്രതികാര ബുദ്ധിയിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ആരോപണമായിട്ടേ ആൾക്കാർ കാണുള്ളൂ. ഇനിയിപ്പോൾ ഇവർ നിയമപരമായിട്ട് നീങ്ങുകയാണെങ്കിലും അതൊരു ആരോപണമാണെന്നുള്ള രീതിയിൽ തന്നെ ഇവരും പറയുള്ളൂ. ഇതിപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുക? കേൾക്കുന്ന ആൾക്കാർ എങ്ങനെ വിശ്വസിക്കും? കാരണം ഈ ഒരു ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ആകെ ഉള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഫിറോസ് ഖാനായാലും ദിയാസാനെ ആയാലും ഈ പറയുന്ന ആ സുഹൃത്തിനെ ആയാലും പുറത്തേക്ക് കൊണ്ടുവരിക, അവരെ വലിച്ചു കീറുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർവ്യൂവിലുള്ള കുറേ മുഴുവൻ കാര്യങ്ങളും അവരെ വലിച്ചു കീറുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വയം ന്യായീകരിച്ചിട്ട്. സ്വയം ന്യായീകരിക്കുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ദിയാസന എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചിട്ട് വലിയൊരു ആരോപണമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ തെളിവുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാമല്ലോ. ഇതിപ്പോൾ എന്തായാലും ഒരു പ്രതികാര ബുദ്ധി എന്നുള്ള രീതിയിലേ ആൾക്കാർ ഇതിനെ കാണുള്ളൂ. എല്ലാവരും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടിട്ട് പോലും ഇതിന് ഇപ്പോഴും ചോദ്യങ്ങളല്ലാതെ ഒന്നിനൊരു ഉത്തരങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല. ഒരു ഭാഗത്ത് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള പ്രഗ്നൻസിയും വാർത്തകളും പുറത്തു വരുന്നുണ്ട്, വേറൊരു ഭാഗത്ത് MDMA ആരോപണങ്ങളും പറയുന്നുണ്ട്. ഇതെന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അത്രയും അധികം ക്ലോസ് ഫ്രണ്ട്സുകളായിരുന്നു. ഇവർ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സമയത്ത് ദിയാസന MDMA യൂസ് ചെയ്യുന്നതായാലും പിന്നെയെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഒരു കാര്യം പറയുമ്പോൾ അന്നേ സജിനക്ക് സംശയം ഉണ്ടല്ലോ ഇങ്ങനെ വിൽക്കണ കാര്യത്തിനെ കുറിച്ചിട്ടും. അപ്പോൾ അതൊക്കെ അറിയുന്ന ഒരാളാവുമ്പോൾ അന്നൊന്നും ഇത് പുറത്തു വിടാതെ ഇപ്പോൾ ഫിറോസ് ഖാൻ ഈ തെളിവുകളൊക്കെ പുറത്തു വിട്ടതിന് ശേഷം ഇപ്പോൾ പരസ്പരം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളെ ചതിക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ MDMA ആരോപണത്തിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കാരണം എന്തായാലും ഇത് അന്വേഷിക്കണമല്ലോ. ഇത്രയും പരസ്യമായിട്ട് MDMA യൂസ് ചെയ്തു എന്നുള്ളതും അതുപോലെ വിൽക്കണുണ്ടാവും എന്നുള്ളതും ഈ സജിന പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും അന്വേഷിക്കണം. പോലീസ് അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു MDMA വിഷയം ഇപ്പോൾ പുറത്ത് പറയുന്നത് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വിവാദത്തിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതിൽ സത്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ,
പക്ഷേ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അത് വേറൊരു വഴിക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആരോപണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുറന്നു പറഞ്ഞൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്തൊക്കെ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് സജിന ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. റസൽ പൂക്കുട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണോ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് ചോദിച്ചാൽ അതെന്തായാലും അല്ല എന്നുള്ളത് നമുക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം അത് എന്ത് ബന്ധമെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇതൊന്നും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സജിനക്ക് പ്രതികാരം വീട്ടേണ്ട ആൾക്കാരെ കുറിച്ചിട്ട് സജിന കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലായത്. ഇനി ഇതിന് ആരൊക്കെ മറുപടിയായിട്ട് വരും, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരും ദിവസങ്ങൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.